എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ജലജ പൂജാരിയിൽ നിന്ന് സത്യങ്ങളെല്ലാം അറിഞ്ഞു. അതിനുശേഷമാണ് ജലജയും അനാമികയും കൂടി അനന്തപുരിയിലേക്ക് എത്തുന്നത്. അതിനുശേഷം പൂജാമുറിയുടെ ഫ്രണ്ടിൽ നിന്ന് ഒരു ചോദ്യം ചെയ്യലാണ്. അനാമിക പറയുന്നുണ്ട്, വല്യമ്മയ്ക്ക് ഇവളോട് ഇഷ്ടമാണ് എങ്കിൽ, സ്നേഹമാണ് എങ്കിൽ അതൊന്ന് തുറന്നു പറഞ്ഞു എന്ന് കരുതി എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം മടിച്ചു നിൽക്കുവാട്ടോ ദേവയാനിയും നയനയും. അന്നേരം ജലജ വന്ന് ദേവയാനിയുടെ കൈ എടുത്ത് നയനയുടെ തലയിൽ വയ്ക്കും. എന്നിട്ട് പറയും, ഇനി പറ, ഇവളെ ഇഷ്ടമല്ല എന്ന് ഇനി പറ, ഞങ്ങളത് വിശ്വസിക്കാമെന്ന് പറയുക. അന്നേരം ദേവേനി പറയുവാണ്, എനിക്ക് ഇവളെ എൻ്റെ ജയേട്ടനേക്കാളും എൻ്റെ മകൻ ആദർശിനേക്കാളും ഒരുപാട് ഇഷ്ടമാണ്, സ്നേഹമാണ് എന്നൊക്കെ പറയുവാണ്. അന്നേരം സ്വാഭാവികമായിട്ടും കുത്തി പറയുമല്ലോ. അതിനിടയ്ക്ക് അനാമിക പറയുന്നുണ്ട്, ഇനിയിപ്പം മൂടി വെച്ച സത്യമെല്ലാം പുറത്തായതുകൊണ്ട് ഇനി അവളെ ന്യായീകരിക്കാൻ വേണ്ടി വല്യമ്മ ഒരുപാട് കളത്തരങ്ങളൊന്നും പറയണ്ട എന്ന് പറയുമ്പം ദേവേനി പറയുവാണ്, ആശുപത്രിയിൽ മരണത്തോട് മല്ലിടിച്ച് കിടന്ന എനിക്ക് കരൾ തന്ന് സഹായിച്ചത് എൻ്റെ ഈ മരുമകളാണ് എന്ന്. അത്രയും നേരം കുറ്റം പറഞ്ഞ് നിന്ന മൂന്നെണ്ണം ഞെട്ടിപ്പോവുകയാണ്. ജലജയും അനാമികയും അതുപോലെ ജാനകിയും. അവർ ഇങ്ങനൊരു കാര്യം ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഏതായാലും കണ്ണും തള്ളി നിൽക്കുവാണ് മൂന്നുപേരും. അത്രയൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.